എല്ലാവരും കൃപാസനം മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ മുഴുവനായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയുടെ കൂടെ തന്നെ നിങ്ങൾ ചേർക്കുക. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ പ്രാർത്ഥന അതീവ ശക്തിയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. തീർച്ചയായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു സമയത്തും ഏതൊരു ബുദ്ധിമുട്ടിലും നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഏത് തരത്തിലുള്ള മനോവിഷമത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ഈ പ്രാർത്ഥന ഏത് സമയത്താണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിലും ആ സമയത്ത് നിങ്ങളിൽ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്കറിയാം, മാതാവിന് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് മാതാവിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുക. കാരണം നമ്മൾ മാതാവിനെ മക്കളെ അതായത് വഴി മാറിപ്പോയിട്ടുള്ള മക്കളെ നമ്മൾ മാതാവിലേക്ക് എത്തിക്കുമ്പോഴാണ് അമ്മയ്ക്ക് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാവുക. നമ്മളതിനൊരു കാരണമായി തീരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതായത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നുമില്ല എങ്കിൽ പോലും നമ്മൾ ഉള്ളതിൽ നിന്ന് ഒരു ലേശം നമ്മളെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവരെ സഹായിക്കുക. നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് മാതാവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനിത് പറയുന്നത്. ഇപ്പം നമ്മളൊരു പോകുന്ന സ്ഥലത്ത് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ, നമ്മുടെ കയ്യിൽ ആ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് മേടിച്ച് കൊടുക്കാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ, നമ്മൾ അയാൾക്ക് ആ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഉള്ളവർക്ക് കൊടുക്കുന്നതിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇല്ലാത്തവർക്ക് കൊടുക്കണമെന്നാണ് മാതാവ് ഈ ഒരു പ്രത്യക്ഷപ്പെടലിലൂടെ ഇല്ലെങ്കിൽ ആ ഒരു വെളിവാക്കലിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനത് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും വ്യക്തി നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തികൾ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എവിടെയാണോ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ അത്തരം വ്യക്തികളെ കാണുന്നത്, ഇങ്ങോട്ടൊരാൾ ഒരാവശ്യത്തിന് സഹായിക്കാം. അതായത് ചിലവർ തട്ടിപ്പിൻ്റേതായ രീതിയിൽ വരുന്നവരുണ്ട്. അത്തരം ആൾക്കാരെ പരിഗണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അല്ലാതെയുള്ള നല്ല മാന്യമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പരിഗണിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടാകുന്ന ഒരു സമ്പന്നനായി മാറുവാനായിട്ട് തീർച്ചയായിട്ടും ഈശോ മിശിഹ അതുപോലെ തന്നെ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു. അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. കാരണം എനിക്കിതൊരു വെളിപ്പെടുത്തി കിട്ടിയൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് തുറന്നു പറയാനായിട്ട് ഞാൻ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. ഇത് ഏത് സമയത്താണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ ഏത് മതത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മാത്രമല്ല, ഏത് മതത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് മാതാവിൽ വിശ്വാസമുണ്ടോ, പരിശുദ്ധ കന്യാമറിയത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ 100% ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് മതവിശ്വാസമാണെങ്കിലും, ഏത് സ്ഥലത്ത് നിൽക്കുന്നവരാണെങ്കിലും, ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നവരാണെങ്കിലും, ആ സാഹചര്യങ്ങളൊക്കെ മാറുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണിത്. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നിങ്ങൾ അതിഭക്തിയോടുകൂടെ തന്നെ പങ്കിടുക. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മനുഷ്യൻ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മനുഷ്യന് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിലും, അത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അവർ. സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സമ്പന്നതയുടെ പുറകെ പോകുവാനായിട്ട് അവരാഗ്രഹിക്കുന്നില്ല. പക്ഷേങ്കിൽ ഒരടിസ്ഥാനം എന്ന പോലെ തന്നെ അവരുടെ ആ ഒരു ജീവിത രീതികൾ കുറച്ച് ഉയർന്നു നിൽക്കുവാനായിട്ട് അമ്മേ മാതാവേ ഇവരെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, ഈ പ്രാർത്ഥനയിൽ ഏത് സമയത്താണോ പങ്കെടുക്കുന്നത്, ഏത് വർഷങ്ങളിലാണോ പങ്കെടുക്കുന്നത്, എത്ര വർഷം കഴിഞ്ഞാലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ മുഴുവൻ ആൾക്കാരെയും അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും അവരെ ഉണ്ടാവണമേ. അതുപോലെ തന്നെ രോഗിയായിട്ട് കഴിയുന്നവരുണ്ട്. ആ രോഗാവസ്ഥയിൽ കഴിയുന്നവരാണെങ്കിൽ പോലും അവരുടെ രോഗാവസ്ഥകളൊക്കെ മാറ്റുവാനായിട്ട് കൃപാസന മാതാവ് ഇപ്പോൾ തന്നെ അമ്മയുടെ ഇടപെടൽ അവരുടെ മുന്നിലേക്ക് ഉണ്ടാവണമേ. പലരും വിചാരിക്കും, ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് എനിക്കെന്ത് നേട്ടമാണ് ലഭിക്കേണ്ടത്? നിങ്ങൾ മനുഷ്യനാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ,
ഓക്കെ, മാതാവിൻ്റെ അനുഗ്രഹം, മാതാവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. നിങ്ങൾ എപ്പോഴാണോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, പലപ്പോഴും പലരും നോക്കുന്നൊരു കാര്യമാണ് പ്രാർത്ഥന എപ്പോഴാണ് ഈ പ്രാർത്ഥന അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനോട് താല്പര്യം. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് മാതാവിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്ന പ്രാർത്ഥനകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ആ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, അതിൻ്റെ ശക്തി തീർന്നു എന്നല്ല. മാതാവിനോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയാണത്. മാതാവിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സാമ്പത്തിക ഞെരുക്കം, രോഗാവസ്ഥയിൽ കഴിയുന്നവർ, വീട് വെക്കാൻ കഴിവില്ലാത്തവർ, അതുപോലെ തന്നെ വിദേശത്ത് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന മക്കൾ, അതുപോലെ തന്നെ മദ്യലഹരിയിൽ അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ, അതുപോലെ തന്നെ ജോലി കിട്ടിയിട്ട് ജോലി സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മക്കൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾ, അതുപോലെ തന്നെ മക്കളാൽ ഉപദ്രവിക്കപ്പെടുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ മാതാപിതാക്കളാൽ പൊറുതിമുട്ടുന്ന മക്കൾ, അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അമ്മേ മാതാവേ, തീർച്ചയായിട്ടും അവരെ അമ്മയുടെ ഇടപെടൽ മൂലം അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളും ഇപ്പോൾ തന്നെ അമ്മേ മാതാവേ അഴിക്കണമേ. അവർ ഒരു രീതിയിലുള്ള അപകടങ്ങളിലൂടെയും കടന്നു പോകുവാനായിട്ട് അമ്മേ മാതാവേ അവരെ അനുവദിക്കരുതേ. അമ്മേ മാതാവേ, ചിലരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേങ്കിൽ ഒരു രീതിയിലുള്ള വളർച്ചയും അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല. അമ്മേ മാതാവേ, അമ്മ മാത്രമാണ് തുണ. അമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ ഈശോയിലേക്ക് എത്തിച്ചുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ ലോകത്തിൽ എല്ലാ മക്കൾക്കും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നുള്ളത്. അമ്മേ മാതാവേ, അമ്മ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. ഞാൻ പറയുന്ന പ്രാർത്ഥനകൾ, എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ പ്രാർത്ഥനകൾ, തീർച്ചയായിട്ടും അതിന് ഒരു കാലക്രമേണ ആ പ്രാർത്ഥനയുടെ ശക്തി നശിച്ചു പോകുന്നൊരു പ്രാർത്ഥനയല്ല. അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ജീവിതത്തിൽ ശക്തിയേറുവാനായിട്ടുള്ള പ്രാർത്ഥനയാണ്. അമ്മ മാതാവ് പറയുന്നു, പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് എപ്പോഴും മാതാവിൻ്റെ അനുഗ്രഹം നേടുവാനായിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുക. എപ്പോഴും പറ്റുന്നൊരവസ്ഥ എന്ന് പറയുന്നത്, മാതാവ് പറയുന്നു, ഈ പ്രാർത്ഥനകളിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തു, ആ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് വീണ്ടും പോവാതിരിക്കുന്ന സാഹചര്യം. അത്തരത്തിലുള്ള ആൾക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള സ്വഭാവം നിങ്ങൾ മാറ്റിക്കൊണ്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുവാനായിട്ട് ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ സഹായിക്കുന്നതാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥന എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും കൂടി അമ്മേ മാതാവേ, അമ്മ അവരെ അറിയിക്കണമേ. അറിയിക്കുന്നത് അമ്മയുടെ ശക്തി, അമ്മയുടെ അത്ഭുതം, അമ്മയുടെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അമ്മയുടെ പിന്നാമ്പുറം, തീർച്ചയായിട്ടും അമ്മയുടെ കൂടെ തന്നെ അവർ സഞ്ചരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അമ്മേ മാതാവേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർ, മുഴുവൻ കുടുംബത്തെയും, ഏതൊരു സാഹചര്യത്തെയും എല്ലാം അമ്മയുടെ കൺട്രോളിൽ കൊണ്ടുവന്നുകൊണ്ട്, അമ്മ മാത്രമാണ് ഇവരെ ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഇവർ കാത്തു നിൽക്കുകയാണ്. അമ്മയുടെ ഇടപെടൽ, അമ്മയുടെ അത്ഭുതം, അമ്മയുടെ ആ ഒരു പ്രത്യക്ഷപ്പെടൽ ഇല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനായിട്ട് അമ്മേ മാതാവേ, ഇവരെ സഹായിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു 100% അമ്മ ഇവരെ രക്ഷപ്പെടുത്തുമെന്നുള്ളത്. തീർച്ചയായിട്ടും അമ്മ രക്ഷപ്പെടുത്തും.